എന്നെ വെച്ചിട്ട് മതസ്പർധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് അവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് സത്യാവസ്ഥകളും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും അതിനെ വളച്ചൊടിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് സമൂഹത്തിൽ ഞാൻ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ആക്കിയെടുത്ത് എന്തിനാണ് മക്കളെ നിങ്ങൾ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ ഗുരുവായൂർ പോയ സമയത്ത് കണ്ണന് കുറച്ച് എന്താ പറയുക, കണ്ണന് ഇഷ്ടം പാൽപ്പായസമാണെന്ന് എനിക്കറിയാം. കണ്ണന് പാൽപ്പായസമല്ല എല്ലാ പായസവും കഴിക്കാറുണ്ട് എന്നും എനിക്കറിയാം. കണ്ണൻ ഇന്ന പായസം മാത്രമേ കഴിക്കുള്ളൂ എന്നൊന്നും ഞാൻ എവിടെയും കേട്ടിട്ടില്ല കേട്ടോ. എല്ലാ പായസവും കഴിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് ആ ഒരു പായസം ഉണ്ടാക്കുന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ആ പായസം ഉണ്ടാക്കിയപ്പം ഞാൻ കണ്ണന് ഒരു കുറച്ച് ഒരു ചെറിയൊരു കുപ്പിയിലാക്കിയിട്ട് കുറച്ച് കണ്ണന് എന്ന് പറഞ്ഞ് എടുത്തു. ഇത് എടുക്കാനുള്ള കാരണം പലതുമുണ്ട് എന്ന് പറയുന്നതിൽ കൂടി തന്നെ ആദ്യത്തെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. ആ പ്രഭാഷണങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഗുരുവായൂർ ഒരു ഉണ്ണിയാണ്. ആ ഉണ്ണി നമ്മളുടെ വരവും കാത്തിരിക്കും. ആ ഉണ്ണിക്ക് എന്തെങ്കിലും മിഠായിയോ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. ഭണ്ഡാരത്തിന്റെ മുകളിൽ മഞ്ച്, ലഡു, ഡയറി മിൽക്ക് അങ്ങനെ പിടിച്ച കുറേ മിഠായികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മാത്രമായിരിക്കില്ല, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ കണ്ട ഒരുപാട് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതേപോലെ തുളസിമാല, താമരം മൊട്ട്, ഈ ഹരേ കൃഷ്ണ എഴുതിയിട്ട് കടലാസിൽ എഴുതിയിട്ട് മാല ചാർത്തുക. അങ്ങനൊന്നും ഞാൻ ചാർത്തിയിട്ട് ഒരാള് ഹൈക്കോടതിയിലേക്ക് കൊടുത്തത് എന്താണെന്നറിയോ? കടലാസ് മാല ഞാൻ കണ്ണന് സമർപ്പിച്ച് കണ്ണനെ അപമാനിച്ചു എന്ന്. വെറും ഒരു കടലാസിനെ അവർക്ക് കടലാസ് മാല എന്ന് പറയാൻ പറ്റും. അതിൽ ഞാൻ ഹരേ കൃഷ്ണ എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതും 101 പ്രാവശ്യം ജപിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം അതൊരു വെറും കടലാസ് മാലയല്ല, അത് ഹരേ കൃഷ്ണ ജപമെഴുതിയ മാലയാണ്. അത് പോലും അവർ വളച്ചൊടിച്ച് കടലാസ് മാല ഇട്ട് കണ്ണനെ അപമാനിച്ചു എന്നുള്ള രീതിയിലാക്കിയെടുത്തു. അപ്പം ഞാനിങ്ങനെ ഒരുപാട് കേട്ടതുകൊണ്ട് അറിഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണന് കുറച്ച് പായസം ഉണ്ടാക്കി കൊടുത്തു. അത് ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞിട്ടും ഞാൻ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഞാൻ എന്താ, എന്നെക്കുറിച്ച് ഇനി പറയാനൊന്നും ബാക്കിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, കണ്ണന് എന്തൊക്കെ നടക്കൽ സമർപ്പിക്കുന്നുണ്ട്? ചിലര് കിലോ കണക്കിന് സ്വർണം, ചിലര് വാഹനങ്ങള്, ചിലര് കദളിക്കൊല, ചിലര് പശുവിനെയും കുട്ടീനെയും, അതേപോലെ തുളസിമാല, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ എൻ്റെ മനസ്സിന് സന്തോഷം, എൻ്റെ പായസം കണ്ണൻ കുടിക്കും എന്നുള്ളൊരു വിശ്വാസം, ആ പായസം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോലും കൊണ്ടുപോകില്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് വൈകുന്നേരം ആവുമ്പോൾ ലേലത്തിൽ വന്ന് വിളിച്ചിട്ട് ആരോ കൊണ്ടുപോവുക ചെയ്യാന്നും നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ വളച്ചൊടിച്ച് വെറുതെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നിൽക്കുന്നത്? ഞാൻ കൊടുത്തത് കണ്ണനാണ്. അത് കണ്ണൻ സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്കോ നിങ്ങൾക്കോ പറയാൻ പറ്റില്ല. ഭഗവാനും ഭക്തനും ഉള്ള ഒരു ലൈനാണത്. അവിടെ ഭഗവാൻ സ്വീകരിച്ചു എന്ന് നിങ്ങൾക്കും പറയാൻ പറ്റില്ല, സ്വീകരിച്ചിട്ടില്ല എന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതാണ്. അപ്പൊ കണ്ണൻ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. നമ്മൾ എന്തു കൊടുക്കുന്നു എന്നുള്ളതും കണ്ണൻ നോക്കും. ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊക്കെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പൈസക്കാർക്ക് ദൈവം വീണ്ടും 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 കോരി കോരി കൊടുക്കുന്നു പൈസ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മോളെ ഡോറടിക്ക്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ പൈസ ഉള്ള ആൾക്കാർക്ക് ഇഷ്ടം പോലെ വീണ്ടും വീണ്ടും സമ്പാദ്യങ്ങൾ ദൈവം കൊടുക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കാത്ത വേറൊരു കാര്യമുണ്ട്.
നിങ്ങള് ആ ഭണ്ഡാരത്തിന്റെ അടുത്ത് പോകുമ്പോ 10 രൂപയോ 20 രൂപയോ മാക്സിമം 1 രൂപ ഇടുന്നോല് വരെ ഉണ്ട്. അവര് ചോദിക്കുക എന്തിനാ? എന്തിനാ ദൈവത്തിന് പൈസ എന്നുള്ള രീതിയിലാണ് അവര് ചോദിക്കുന്നത്. പക്ഷേ പൈസ ഉള്ള ആൾക്കാര് അവരതൊന്നും നോക്കൂല. അവര് ഇഷ്ടം പോലെ പൈസ അവിടെ കൊടുക്കും. അമ്പലത്തിന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഒക്കെ നോക്കിയിട്ട് ചെയ്യും. അതും ഭഗവാൻ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു നിങ്ങളൊക്കെ പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഭഗവാന് പൈസ ഉള്ളവർക്ക് മാത്രമേ സഹായിക്കുന്നുള്ളൂ. അതല്ല, നമ്മൾ എന്ത് കൊടുക്കുന്നു അതിനനുസരിച്ച് തന്നെയാണ് നമുക്ക് തരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ പോക്കറ്റിൽ ചിലപ്പോൾ 500 ഉണ്ടാവും, 100 ഉണ്ടാവും, 50 ഉണ്ടാവും, 10 ഉണ്ടാവും. 500 നിങ്ങൾ ഭണ്ഡാരത്തിൽ ഇടാൻ എടുക്കാറ്, 10 രൂപയാണ്. പക്ഷെ ചിലര് അത് 500 രൂപ ഇടും. അവന് ആ 500ന് 1000 ദൈവം കൊടുക്കും. നമ്മുടെ മനസ്സിലേക്കും കൂടി നോക്കടോ. തീർച്ചയായിട്ടും നോക്കും. നമ്മുടെ മനസ്സിലേക്കല്ലാതെ ദൈവം വേറെ എങ്ങോട്ടാ നോക്കുക? നമ്മുടെ മുഖത്തേക്കോ നമ്മുടെ സൗന്ദര്യത്തിലേക്കോ അല്ല നോക്കുക. ആരും കാണാത്ത നമ്മുടെ മനസ്സിലേക്കാണ് നോക്കുക. അവിടെ നമ്മൾ ആരൊക്കെ ദ്രോഹിക്കുന്നു, ആരൊക്കെ സ്നേഹിക്കുന്നത് നോക്കിയിട്ടാണ് ദൈവം നമ്മളെ ജഡ്ജ് ചെയ്യുക. അപ്പൊ ഞാൻ ഈ ഒരു കൊടുത്തതില് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, ശ്രീകോവിലിനുള്ളിലേക്ക് കണ്ണന് വേണ്ടിയിട്ട് ഒന്നിനും എടുക്കൂല എന്നുള്ളത്. ഇതറിയൊക്കെയുള്ള വെറുതെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഒരു കണ്ണനെ സ്നേഹിച്ചു പോയതാണോ ഞാൻ ചെയ്ത തെറ്റ്? കണ്ണനെ സ്നേഹിച്ചു പോയാ വീട്ടിൽ കുത്തിരുന്ന് സ്നേഹിച്ചാ പോരെ എന്ന് ചോദിക്കും ചിലര്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ വീട്ടിൽ കുത്തിരുന്ന് സ്നേഹിച്ചാ പോരെ? നിങ്ങളൊക്കെ എന്തിനാ ഗുരുവായൂർക്ക് പോകുന്നേ? അപ്പൊ അപ്പൊ തന്നെ ചിന്തിച്ചൂടെ, ഗുരുവായൂർ പോകുമ്പം അവിടെ എവിടെയെങ്കിലും പരിസരത്ത് കണ്ണൻ്റെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. നമ്മളുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അവിടെ പോയി വരുമ്പം ഒരു റീഫ്രഷാണ് നമുക്ക് കിട്ടുക. അത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വീട്ടിൽ കുത്തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും അമ്പലത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പം നമ്മുടെ മനസ്സും ശരീരമൊക്കെ വല്ലാതെ റീഫ്രഷ് ആവും. അവിടെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാവുക. നമ്മൾ ചിലപ്പോൾ സങ്കടപ്പെട്ടിട്ടായിരിക്കും അങ്ങോട്ട് പോവുക, പക്ഷെ മനസ്സ് തുറന്ന് സന്തോഷിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോരുക. ആ ഒരു മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ നമുക്ക് വീട്ടിലൊരു പൂജാമുറി ഉണ്ടാക്കി എത്ര നമ്മൾ നാമം ജപിച്ചാലും എത്ര നമ്മൾ ഇതാക്കിയാലും നമുക്ക് ആ ഒരു ഫീല് കിട്ടൂല. എനിക്ക് വീട്ടിൽ പൂജാമുറി ഇല്ല കേട്ടോ. ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടുമില്ല. കുറേ ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ പൂജാമുറി ആക്കിയിട്ടൊന്നും കണക്കാക്കിയിട്ടില്ല. അപ്പം ഇങ്ങനെയാണ് സംഭവങ്ങൾ. ഞാൻ മനസ്സറിഞ്ഞ് കണ്ണനൊരു പായസം ഉണ്ടാക്കി കൊടുത്തു. അതവർ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് പോലും കയറ്റില്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും വെറുതെ അതിനെ ഇങ്ങനെ ചിലർ പറയുന്നത്, ചിലർ തമ്പ്ലൈൻ ഇട്ട് എന്താണെന്നറിയോ, ജസ്റ്റിന് ഗുരുവായൂർ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടു കൊടുത്തു എന്ന്. എന്താ ഇവരോടൊക്കെ പറയാ? ഒറ്റ തന്തക്കാണ് ജനിച്ചതെങ്കിൽ തന്തക്ക് പിറന്നോനേന്നെങ്കിലും പറയാം. ഇത് തന്തക്ക് പിറക്കാ, ഇപ്പം ഞാൻ ഒന്നും പറയുന്നില്ല, പറയണ്ട, പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് തംബ്ലൈന് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല, നോക്കി നിൽക്കുക എന്നല്ലാതെ. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്ത് നിങ്ങൾ ആരെങ്കിലും കേസ് കൊടുക്കുക എന്താണെങ്കിലും ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. പിന്നെ പലരും അവിടുത്തെ റൂൾസ് വായിച്ചു. അതിലും പറയുന്നുണ്ട് വീട്ടിൽ നിന്നും പായസം വെച്ച് ഉണ്ടാക്കിയാൽ അത് അമ്പലത്തിൽ സ്വീകരിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഞാൻ ആ നടയിൽ കൊണ്ടു കൊടുത്തത് കണ്ണനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. കണ്ണനത് ഈ ഈ ആരും എന്താ പറയാ, ദേവസക്കാരും സെക്യൂരിറ്റിമാരും ആരും തടയാതെ കണ്ണൻ വന്നത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ അവിടെ വെച്ചത്. അതൊരു വിശ്വാസമാണ്, എന്തൊരു വിശ്വാസമാണ്. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ദൈവത്തിനെ അല്ല ഡോക്ടറെ കാണുമ്പോൾ ആ ഡോക്ടറിൽ ഉണ്ടാവുന്ന ഒരു വിശ്വാസമാണ് നമ്മുടെ അസുഖത്തിന് എങ്ങനെ മാറും, എപ്പം മാറും എന്നുള്ള രീതി. അതേപോലെ എൻ്റെ വിശ്വാസമാണ്, ഞാൻ അവിടെ കൊണ്ടു കൊടുത്താൽ കണ്ണൻ അത് സ്വീകരിക്കും. മനുഷ്യരത് ചിലപ്പോൾ എടുത്ത് മറിച്ച് കളയായിരിക്കും. പക്ഷെ ഞാൻ കൊണ്ടുപോയ എൻ്റെ മനസ്സ് തീർച്ചയായിട്ടും കണ്ണൻ കാണാതിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതിലൊക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. ഞാൻ എന്ത് ചെയ്താലും ഇതിനു മുമ്പ് ഞാൻ എൻ്റെ തൊട്ടടുത്ത
സ്ഥലത്ത് ഇഷ്ടം പോലെ തുളസിക്കതിരുണ്ടായിരുന്നു. അത് തുളസിക്കതിര് നുള്ളി കൊണ്ട് കൊടുത്തപ്പം പറഞ്ഞതെന്താ, ജസ്നയുടെ തുളസിക്കതിര് വേണോ കണ്ണന് മാല കെട്ടാന്. അവിടെ അവരെന്നെ ഇങ്ങനെ എന്താ പറയുക, വളരെ മോശമായിട്ട് സംസാരിച്ചു. എൻ്റെ വീട്ടിൽ കദളിക്കൊല ഞാൻ വെട്ടിക്കൊണ്ടുപോകും. അതിനെ അവർ പുച്ഛിച്ചും പരിഹസിച്ചും വീഡിയോ ചെയ്യുന്നു. എനിക്കറിഞ്ഞൂടാ എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ വെറുക്കുന്നതെന്ന്. ഞാൻ അവിടെ ഒരു എന്താ പറയുക, ആരെയും ഉപദ്രവിക്കാൻ, ആരോടും മിണ്ടാനോ ഒന്നിനും ഞാൻ പോകാറില്ല. ഞാൻ അന്നടയ്ക്ക് പോയി എൻ്റെ ആ ഒരു സന്തോഷത്തിന് ആ പായസം അവിടെ വെച്ച് അതേപോലെ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ച് ഞാനിങ്ങ് തിരിച്ചു പോന്നിട്ടുണ്ട്. ഞാൻ ആരോടും ഒന്നിനും പോയിട്ടില്ല, ഒരു കച്ചറക്കും പോയിട്ടില്ല, ഒരു ഇതാക്കാനും ഒന്നും പോയിട്ടില്ല. എനിക്ക് കണ്ണനെ ആ പുറത്ത് നിന്ന് കണ്ട് തൊഴുത്, കണ്ണാ നിനക്ക് കുറച്ച് പായസം കൊണ്ടുവന്നിക്കെന്ന് പറഞ്ഞാൽ അതവിടെ വെച്ചു കൊടുത്തു. എനിക്ക് അത്രേ പറ്റുള്ളൂ. എനിക്ക് ആ ഭണ്ഡാരത്തിൻ്റെ മുകളിൽ വെക്കല്ലാതെ വേറെ എനിക്ക് ഓപ്ഷൻ ഇല്ല. ഞാനത് ചെയ്തു. അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒന്നും അവിടെ സ്വീകരിക്കില്ല എന്ന അവിടെ റൂൾസ് തന്നെ ഉണ്ട്. പിന്നെ നിങ്ങളൊക്കെ എന്തിനാ ബഹളം കൂട്ടുന്നത്? ഉം? ഞാൻ ആചാരവും അനുഷ്ഠാനവും തെറ്റിച്ചു എന്നൊക്കെ പറയാൻ എന്താ, ഒരു ഭഗവാന് വേണ്ടിയിട്ടൊരു ഭക്തനാ കൊടുക്കുന്നത്. ഞാൻ എൻ്റെ എന്താ പറയുക, സ്നേഹത്തെയാണ് അവിടെ കാണിച്ചത്. അത് നിങ്ങൾക്ക് എനിക്ക് വട്ടായിട്ടും ഒക്കെ തോന്നും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഏതായാലും ഞാൻ നല്ലത് വിചാരിച്ചിട്ടാണ് കണ്ണന് കൊടുത്തത്. ആ നല്ലതിനെ കണ്ണൻ കാണുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും. ആ ഒരു വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അത് ആരെന്ത് പറഞ്ഞാലും കണ്ണൻ കൂടെ ഉണ്ടാവും. കണ്ണൻ കുഴിയിൽ തള്ളിയിടുമെന്ന് മാത്രമേ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ കുഴിയിൽ തള്ളിയിടൂല, നമ്മളെ തിരിച്ച് കയറ്റി തന്നെ ചെയ്യും. ജീവിതത്തിൽ അനുഭവിച്ചതാ ഞാൻ. കണ്ണൻ ഒത്തിരി സ്നേഹിച്ചു പോയ മറ്റൊരു മതസ്ഥ എന്നുള്ള ആ ഒരു ഇതിലാണ് നിങ്ങൾ എന്നെ വെറുക്കുന്നതെങ്കിൽ നിങ്ങൾ വെറുത്തോളൂ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ കണ്ണൻ കൂടെ ഉണ്ടാവും, എനിക്ക് ഉറപ്പുണ്ട്. അത് മതി എനിക്ക്. ആ ഒരു ഉറപ്പിന്മേൽ ഞാൻ നിൽക്കും കേട്ടോ. അപ്പോൾ പായസത്തിൻ്റെത് ഇനിയും എല്ലാവരും തുടരുക. എനിക്കറിഞ്ഞൂടാ. നേരെ മറിച്ച് ഞാനൊരു കിലോ സ്വർണ്ണമായിരുന്നു കൊടുത്തതെങ്കിൽ നിങ്ങൾ ഇതോണം പറയായിരുന്നു, എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണമാണെന്ന് പറഞ്ഞിട്ട് പറയായിരുന്നു. ഞാനൊരു കാർ അവിടെ കൊണ്ടുപോയി, റോട്ടിലൂടെ ഓടിച്ചു കൊണ്ടുവന്ന കാറാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുകയായിരുന്നോ? ഞാൻ കൊടുക്കുന്ന എന്തിനേയും, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മന്ത്രം ജപിച്ച് ഹരേ കൃഷ്ണ എഴുതി ഒരു മാല ചാർത്തിയപ്പോൾ കണ്ണന് കടലാസ് മാല ചാർത്തി അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടാ ഹൈക്കോടതിയിലേക്ക് കേസ് കൊടുത്തത്. അപ്പം ഞാൻ ചിന്തിക്കുക, അതൊരു കടലാസ് മാലയല്ല, അതൊരു ജപമാലയാണ്. വെറും ഒരു കടലാസിനെ ഞാൻ ഹരേ കൃഷ്ണ എഴുതി ജപമാലയാക്കിയതാണ്. അതാരും കണ്ടില്ല. കാണാത്തതല്ല, കണ്ടില്ലെന്ന് നടിക്കുന്നതാണ്. അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയൊക്കെ കാണാം.